നന്ദ, നിന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോ ഇതുവരെ അമ്മ മോക്ഷം കിട്ടാതെ അലയുകയായിരുന്നെന്നാണോ മാമൻ പറഞ്ഞു വരുന്നത്? എന്താ സംശയം? അതിന് കാരണമുണ്ടല്ലോ. തനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം പല കമ്പയിലായിപ്പോയി എന്നുള്ള സങ്കടം അതവക്ക് കാണാതിരിക്കുമോ? ഇന്ന് ആ പിണക്കവും അകൽച്ചയും ഒക്കെ മാറി നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് കാണുമ്പോൾ ആ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും. ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ഈശ്വരനൊരു നിശ്ചയം ഉണ്ടാവും. നമ്മൾ മനുഷ്യരെ വാശി പിടിച്ചിട്ട് എന്താ കാര്യം? നിനക്ക് മാമനോട് പിണക്കമൊന്നുമില്ലല്ലോ അല്ലേ? പാവം, എന്നോടിപ്പോഴും നല്ല ദേഷ്യത്തിലാവും. അത്രയ്ക്കും ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ. മാമനെന്ന് പോകുന്നുണ്ടോ? വൈകിട്ടത്തെ വണ്ടിക്ക് മടങ്ങിയാലോന്നാ. അവിടെ നിള മാത്രമല്ലേ ഉള്ളൂ. പോണം. അല്ല, അവള് നിന്നെ വിളിക്കാൻ പറ്റോ ചെയ്തോ? ഇല്ല. ആ, ചിലപ്പോൾ വിളിക്കുമായിരിക്കും. എന്നോട് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കൊടുക്കുകയും ചെയ്തു. അമ്മേ, അമ്മേ, എന്തൊരു ഉറക്കം ഇത്? എഴുന്നേക്കുന്നില്ലേ? ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയാ അപ്പൂ. മണി 8 ദാ കോഫി കുടിക്ക. ഈശ്വര, എന്താ ഉറക്കമായി പോയി. ഉണർന്നപ്പോ നിനക്ക് എന്നെയും കൂടെ വിളിക്കായിരുന്നില്ലേ അപ്പൂ? വിളിക്കണമെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ അമ്മ ഇങ്ങനെ ഡീപ് സ്ലീപ്പിൽ കിടക്കുന്നത് കണ്ടപ്പോ വിളിക്കാൻ തോന്നിയില്ല. ഒരുപാട് നാളുകൂടിയല്ലേ ഇങ്ങനെ ഒന്ന് ഉറങ്ങാൻ പറ്റിയത്. കിടന്നോട്ടേന്ന് വിചാരിച്ചു. അല്ല, അമ്മ ഇന്നലെ എപ്പോഴും ഇവിടെ വന്ന് കിടന്നത്? ഞാൻ അറിഞ്ഞതേ ഇല്ല. എന്താ അമ്മ, ഇന്നലെ നിങ്ങളുടെ റൂമിൽ കിടന്നിട്ട് അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ലേ? അതുകൊണ്ടാണോ എൻ്റെ ഒപ്പം വന്ന് കിടന്നേ? ഞാൻ ചെന്ന് കിടന്നപ്പോ മുതല് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു അപ്പൂ. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഉറങ്ങാനേ ആയില്ല. കണ്ണും നടഞ്ഞു വരുമ്പോഴേക്കും വിപിയുടെ ഓർമ്മകളായിരുന്നു മനസ്സിൽ. ഇന്നലെ വിപിക്ക് ഉറങ്ങാനായിട്ടുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാ. രാവിലെ ഡോക്ടറെ ഒന്ന് വിളിച്ച് വിപി അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയോന്ന് അറിയണം. അമ്മ പേടിക്കണ്ട, അവിടെ വിപി ഒരു പ്രശ്നം ഉണ്ടാക്കി കാണില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ ഇന്നലെ രാത്രി തന്നെയോ അല്ലെങ്കിൽ ഇതിനകം തന്നെയോ വിളിക്കുമായിരുന്നല്ലോ. ഞാൻ രാവിലെ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ അപ്പൂ? അമ്മ ഒന്ന് സമാധാനായിട്ടിരിക്കുക. ഇനിയിപ്പോ അങ്ങോട്ട് വിളിച്ച് വിപിയെ ശല്യപ്പെടുത്തിയെന്നും പറഞ്ഞ് വഴക്ക് കേൾക്കാൻ അത്രയ്ക്ക് താല്പര്യമുണ്ടോ? അവിടെ ഇപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാന്നല്ലേ ഡോക്ടറും പറഞ്ഞത്. എത്ര തിരക്കുണ്ടെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും കിടക്കുന്നതിന് മുമ്പ് പരസ്പരം ഒരു ഗുഡ് നൈറ്റ് പറയാതെ ഉറങ്ങാത്ത ആളായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ വിപി വല്ല യാത്രയിലാണെങ്കിൽ മാത്രമേ ഇതുപോലെ തമ്മിപ്പിരിഞ്ഞിരുന്നിട്ടുള്ളൂ. ഒക്കെ ഓർക്കുമ്പോ എന്റെ മനസ്സ് വല്ലാതെ കൈവിട്ട് പോകുന്നുണ്ടപ്പോ. നമ്മുടെ ജീവിതം ഇങ്ങനെയൊന്നും ആവേണ്ടതായിരുന്നില്ല, പ്രത്യേകിച്ച് വിപിയുടെ. എല്ലാം എന്റെ കുറ്റം കൊണ്ടാ സംഭവിച്ചെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമേ. അതുകൊണ്ടാ ഞാൻ അന്നേ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ ഒഴിവായി തരാമെന്ന്. അമ്മ ഒരു വാക്ക് സമ്മതം പറഞ്ഞിരുന്നെങ്കിൽ വിപി അതിനനുകൂലമായൊരു നിലപാടെടുത്തേനെ. പക്ഷെ അമ്മ ഒരിക്കലും അതിന് സമ്മതിച്ചില്ലല്ലോ.
അച്ഛൻ വിഷച്ചോറ് നൽകുമെന്ന് പേടിച്ചപ്പോഴല്ലേ അമ്മയുടെ മനസ്സ് മാറി ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷെ അപ്പോഴേക്കും എല്ലാം വല്ലാതെ വൈകിപ്പോയിരുന്നു. അന്നമ്മ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിച്ചിരുന്നെങ്കിൽ ബിപിക്കും അമ്മയ്ക്കും എപ്പോഴും ഞാൻ തന്ന ഷോക്കിൽ നിന്ന് പുറത്തു വരായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ മാത്രമേ നഷ്ടമാവുമായിരുന്നുള്ളൂ. രണ്ടുപേർക്ക് സ്വന്തം ജീവിതം രക്ഷിക്കായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ടിയും വരില്ലായിരുന്നു. അപ്പോ നമ്മൾ ഇതേപ്പറ്റി കുറെ പ്രാവശ്യം സംസാരിച്ചു കഴിഞ്ഞതാ. നിന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് എനിക്കൊന്നും നേടാനില്ല. അതുപോലെ തന്നെയാ വിപിയുടെ കാര്യവും. അന്നും ഇന്നും ഇനി എന്നും എന്റെ ജീവിതം നിങ്ങൾ രണ്ടുപേരും ചുറ്റിപ്പറ്റിയായിരിക്കും. ഉണർന്നപ്പോ ഞാൻ എൻ്റെ ഒരു സങ്കടം പറഞ്ഞതേ ഉള്ളൂ. അത് നീ ഒരു കുറ്റപ്പെടുത്തലായി കാണണ്ട. ഗീത, 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 എക്സ്ക്യൂസ് മീ. എന്താ സാർ, എന്തു പറ്റി? ഗീതയെ കണ്ടിരുന്നോ? ഗീതയോ? ഗീത എന്റെ വൈഫിന്റെ കാര്യം ചോദിച്ചത്. അത് മനസ്സിലായി. നിങ്ങൾക്ക് പരിചയമില്ലേ അവരെ? ആളെ എനിക്കറിയാം. അവരെവിടെ പോയതാണെന്ന് സാറിന് അറിയില്ലേ? അതറിയാത്തതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. എന്താ എന്താ ഇവിടെ? ഡോക്ടർ, ഈ സാറിന്റെ വൈഫ് എവിടെയെന്ന് അറിയില്ലാന്ന്. ശരി, നിങ്ങൾ വെക്കോ. ശരി ഡോക്ടർ. പണിക്കർ സാർ വരും. എന്താ പണിക്കർ സാറിന്റെ പ്രോബ്ലം? ഡോക്ടർ, ഞാൻ ഗീതയെ തിരക്കി ഇറങ്ങിയതാ. ആള് റൂം കാണുന്നില്ല. എത്ര നേരമായി ഗീതാ മേഡത്തെ കാണാതായിട്ട്? അതറിയില്ല. പക്ഷേ ഞാൻ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ആൾ റൂമിൽ ഉണ്ടായിരുന്നില്ല. ഗീത എവിടെ പോയതാണെന്ന് ഡോക്ടർക്ക് അറിയോ? പണിക്കർ സാർ പതിവില്ലാതെ ഒന്ന് കുറച്ചേരം ഉറങ്ങിയല്ലേ? ആ അതെ ഡോക്ടർ. എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം തോന്നിയിരുന്നു. അതാ കൂടുതൽ ഉറങ്ങിപ്പോയത്. അല്ല ഡോക്ടർ, ഞാൻ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ. ഗീത എവിടെ പോയതാണെന്ന് ഡോക്ടർക്ക് വല്ല... ഗീതാ മേഡം ഇവിടെ ഇല്ല പണിക്കർ സാറേ. ഇവിടെ ഇല്ലെന്നോ? പിന്നെ എവിടെ പോയി? പണിക്കർ സാർ നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിക്കേ, ഇന്നലെ നടന്നത് എന്തൊക്കെയാണെന്ന്. എന്താ വല്ല ക്ലൂവും കിട്ടിയോ? ഇല്ല ഡോക്ടർ, എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഡോണ്ട് വറി, പണിക്കർ സാർ ഇപ്പോഴും ആ ഉറക്കത്തിന്റെ ഹാങ് ഓവറില്ല. അതുകൊണ്ട് കൃത്യമായി ഒന്നും ഓർമ്മയില്ലാത്തത്. ഗീതാ മേഡം വീട്ടിലേക്കാ പോയത്. വീട്ടിൽ പോയെന്നോ? അതെന്താ അങ്ങനെ? അവിടെ ആരെയെ കാണാനോ ബാങ്കിൽ പോകാനോ അങ്ങനെ എന്തൊക്കെയോ ആവശ്യമുണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്നോടും പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. സാറിന് ഇവിടെ തനിച്ചാക്കി പോകാൻ മേഡത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ സാറിനോട് ഈ കാര്യം പറഞ്ഞപ്പോ സാറ് നിർബന്ധിച്ച് മേഡത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടെന്നോ? നോ, അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ലല്ലോ. പക്ഷെ അതാണല്ലോ സംഭവിച്ചത്. പണിക്കർ സാറ് മിസ്സസിനോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറയുന്നത് ഞാനും കേട്ടതാണല്ലോ. എന്താ പണിക്കർ സാറിന് ഇപ്പൊ അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സാവകാശം വന്നാൽ മതിയെന്ന് കൂടി സാറ് തന്നെ ഭാര്യയോട് പറഞ്ഞു വിട്ടിരുന്നു. ഡോക്ടർ, ഇനി ഞാൻ അഥവാ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ ഗീത അങ്ങനെ പോവാൻ പാടുണ്ടോ?
ഞാനിവിടെ തനിച്ചാണെന്ന് ഗീതയ്ക്ക് അറിയാവുന്നല്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷെ പണിക്കർ സാർ അവരെ നന്നായി നിർബന്ധിച്ചത് കൊണ്ടാണല്ലോ ഗീത മേഡം വീട്ടിലേക്ക് പോകാൻ തയ്യാറായത്. സാരമില്ല, പണിക്കർ സാർ അതിൽ ടെൻഷൻ ആവണ്ട. തനിച്ചിവിടെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വേണമെങ്കിൽ വൈഫിനോട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയാം. സാറ് വിളിച്ച അപ്പം തന്നെ തിരിച്ചു വരാമെന്ന് മാഡം ഉറപ്പ് പറഞ്ഞിട്ടാ പോയത്. എന്തു പറയുന്നു? മാഡത്തെ തിരിച്ചു വിളിക്കണോ? ഏയ് വേണ്ട ഡോക്ടർ, തിരിച്ചു വിളിക്കണ്ട. ഗീതയ്ക്ക് പോവാൻ തോന്നിട്ട് പോയതല്ലേ. ഇനി തിരിച്ചു വരാൻ തോന്നുമ്പോൾ വരട്ടെ, അത് മതി. എനിക്ക് വേണ്ടി അവരെ തിരിച്ചു വിളിക്കണ്ട. ഞാൻ തനിച്ച് മതി ഇവിടെ. തനിച്ച് മതി. ഞാൻ ഓക്കെ. ഞാനെന്നും തനിച്ചാണല്ലോ. തനിച്ച് മതി. ആരും വേണ്ട. ആരും. രേണുക ടീച്ചർ കാര്യമായ എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ. ഏയ്, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്ന് പോയെന്നേ ഉള്ളൂ. ഡോക്ടറോടൊരു കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. എന്താ ടീച്ചറെ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ? ഞാൻ തറവാട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അതെയോ? തിരിച്ചു പോകാൻ മനസ്സ് പാകപ്പെട്ടു എന്ന് തോന്നി തുടങ്ങിയോ ടീച്ചർക്ക്? അങ്ങനെയാണെങ്കിൽ മാത്രം അതേപ്പറ്റി ആലോചിക്കുന്നത് നന്നായിരിക്കുന്ന എൻ്റെ അഭിപ്രായം. ഞാനിപ്പോ ഓക്കെ ആണെന്നാ തോന്നുന്നേ. ബാക്കി പറയേണ്ടത് ഡോക്ടറാണല്ലോ. ടീച്ചർ ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? അല്ല, എന്താ പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ? പെട്ടെന്നല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. തന്നെയല്ല, ഇക്കുറി ഞാൻ വന്നിട്ട് ഏകദേശം 3 ആഴ്ചയോളം കഴിഞ്ഞില്ലേ. ശരിയാ, ആദ്യത്തെ തവണ ഒഴിച്ച പിന്നെ ഇത്ര നീണ്ടൊരു ടൈം ടീച്ചർ ഇവിടെ ചെലവാക്കുന്നത് ആദ്യമായിട്ടാ. ഞാനും അതേപ്പറ്റി ആലോചിക്കാതിരുന്നില്ല. പറഞ്ഞല്ലോ, പോണോന്ന് ഇതിനു മുമ്പേ ഉറപ്പിച്ചതാണ്. പക്ഷേ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു ഫാക്ടർ ഇവിടെ ഉള്ളതുപോലെ. ആ ഒരു ഫാക്ടർ പണിക്കർ സാറാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ടീച്ചർക്കോ? ടീച്ചറിന്റെ മനസ്സ് ഏകദേശം ഊഹിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഡോണ്ട് ഫീൽ ബാഡ്. പോകുന്നതും പോകാതിരിക്കുന്നതൊക്കെ ടീച്ചറിന്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു ഭാരം ഇവിടെ ഉപേക്ഷിക്കാമെന്ന രേണുക ഇവിടുന്ന് മടങ്ങുന്നത് മറ്റൊരു ഭാരവുമായിട്ടാവരുത്. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ടീച്ചർ ഇവിടെ നിന്ന് മടങ്ങുന്നതെങ്കിൽ വീണ്ടും ഇങ്ങോട്ടുള്ള വരവുകളുടെ ഇടവേള കുറയും. ഇവിടെ തങ്ങുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യും. നമ്മൾ രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നില്ല, ശരിയല്ലേ? ശരിയാണ്. മനസ്സിൽ അങ്ങനൊരു ഭാരം കൂടാതിരിക്കാനാണ് ആക്ച്വലി ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചത്. ഇവിടെ തുടരുന്ന ഓരോ ദിവസവും ആ മനുഷ്യനുമായുള്ള സൗഹൃദത്തിന്റെ ആഴവും പരപ്പും കൂടുക. അതൊടുവിൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുമെന്ന് ഞാൻ ഭയക്കുക. അങ്ങനൊരു പേടിയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഒരിക്കലും ഒരു മടങ്ങിപ്പോക്കിന് തയ്യാറെടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഭയം നമ്മിൽ എപ്പോൾ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വെച്ചും ഏത് സമയത്തോ സംഭവിക്കാം. അതിനിപ്പോ ടീച്ചർ ഇവിടെ തന്നെ തുടരണമെന്നില്ല. ഇനി അയാളുടെ രൂപമാണ് ടീച്ചറിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ നോ ഡോക്ടർ, ആ രൂപസാദൃശ്യവുമായി എന്റെ മനസ്സിലെ പേടിക്ക് ഒരു ബന്ധവുമില്ല. അത് ആ വ്യക്തിയെ പരിചയപ്പെടാനുള്ള ഒരു നിമിത്തമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, അതിനങ്ങനെ കണ്ടാൽ മതി. പിന്നെന്തിനാ ടീച്ചർ ആ സൗഹൃദത്തിനെ ഭയക്കുന്നത്? എനിക്ക് എന്നെയല്ല ഭയം. പിന്നെ പണിക്കർ സാറിനെയോ? എങ്കിൽ ഞാൻ പറയുന്നു, പണിക്കർ സാറിന് ഈ കാര്യത്തിൽ ടീച്ചർ ഭയക്കുകയേ വേണ്ടെന്ന്. സ്വന്തം മനസ്സിനെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും മറച്ചു പിടിക്കാൻ അയാൾ ഉപയോഗിക്കുന്ന ഒരു വർണ്ണക്കുടയാണ് രേണുകയുമായുള്ള ഈ സൗഹൃദം. പണിക്കർ സാറിന് അയാളുടെ ഭാര്യയെയും കുടുംബത്തെയും ഒരിക്കലും ഒന്നിനു വേണ്ടിയും ഉപേക്ഷിക്കാനോ മാറ്റി നിർത്താനോ കഴിയില്ലെന്ന കാര്യം വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് അല്പം മുമ്പ് നടന്നത്.
കുറച്ചു മുമ്പ് ഭാര്യ അന്വേഷിച്ച് പണിക്കർ സാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ തന്നെ നിർബന്ധപൂർവം അവരെ വീട്ടിൽ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞിട്ട് ആ പാവം വിശ്വസിക്കാനേ കൂട്ടാക്കുന്നില്ല. ചിലപ്പോ ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് രേണുകയുടെയും അന്വേഷണം ഉണ്ടാവും. രേണുകയുടെ ഫ്രണ്ട്ഷിപ്പ് അയാൾക്കിപ്പോൾ ആവശ്യമാണ്. ആ സൗഹൃദത്തിലൂടെ വേണം നമുക്ക് അയാളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ എവിടെയോ പൊതിഞ്ഞു കിടക്കുന്ന അയാളുടെ യഥാർത്ഥ പ്രശ്നത്തെ കണ്ടെത്താൻ. അതൊരിക്കലും രേണയ്ക്കൊരു ബാധ്യതയാവില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇത്തവണ മടങ്ങി തറവാട്ടിലെത്തുമ്പോൾ ഒപ്പം ഇരുട്ടിൽ വീണുപോയ ഒരാളെ വെളിച്ചത്തിലേക്ക് കൈ പിടിച്ചുയർത്താനായി എന്നൊരു സംതൃപ്തിയും ടീച്ചർക്ക് കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞെന്നു മാത്രം. തീരുമാനം ടീച്ചറുടേതാ. അപ്പു, ആ ദാ കോഫി കുടിക്കും. കുറേ നേരം ആയല്ലോ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ മനസ്സിൽ? ഒന്നുമില്ല അമ്മേ, വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നത്. പുതിയ കോഴ്സ് മെഡിസിൻ തീരാറായോ? ഇനി ഒരാഴ്ചത്തേക്കും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇനി എന്നാ നിനക്ക് ഡോക്ടറെ കാണാൻ പോവേണ്ടത്? മെഡിസിൻ കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞത്. ചിലപ്പോൾ അപ്പം തന്നെ അഡ്മിറ്റ് ആവേണ്ടി വരും. സർജറി ഉടനെ തന്നെ വേണമെന്ന് നീ പറഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഞാൻ കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് മതിയെന്ന് വെക്കായിരുന്നു. അത് വേണ്ടമ്മേ, ഈ സമയം തന്നെയാ നല്ലത്. BP തിരിച്ചു വരുമ്പോഴേക്കും ആ കടമ്പ കടന്നു കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ ചോദ്യങ്ങളും തർക്കങ്ങളും വഴക്കും ഒക്കെ ആയിരുന്നിരിക്കും. തനിച്ച് നിനക്കിതൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുമോ അപ്പൂ? എനിക്ക് അതോർത്താ ടെൻഷൻ. അതിന് ഞാൻ തനിച്ചല്ലല്ലോ അമ്മേ, ഡെയ്സിന്റെ ആതിരയൊക്കെ കൂടെ ഉണ്ടാവുമല്ലോ. ജോബിന്റെ മാളുവിന്റെ US പോക്ക് ഉടനെ ഉണ്ടെങ്കിൽ ഡെയ്സി ഫ്രീ ആകാൻ ബുദ്ധിമുട്ടല്ലേ? അതൊന്നും കാര്യമാക്കണ്ടെന്ന് ഡെയ്സി പറയുമെങ്കിലും നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ആന്റിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി അതോർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. ആതിരയുണ്ടല്ലോ എന്റെ കൂടെ. സർജറി കഴിഞ്ഞ ഒരാളൊപ്പം ഉള്ളപ്പോ അത് നമുക്കൊരു ധൈര്യമാണല്ലോ. നോക്കട്ടെ, ഇടയ്ക്ക് ഇതുപോലെ 1-2 ദിവസം എനിക്കും ഫ്രീ ആകാൻ പറ്റുമെങ്കിൽ ഞാനും വരാം. എന്തിനാ അമ്മ അങ്ങനെ കഷ്ടപ്പെടുന്നേ? എന്റെ കാര്യം ഓർത്ത് അമ്മ പേടിക്കേ വേണ്ട. അതൊക്കെ അതിന്റെ വഴിക്ക് കൃത്യമായിട്ട് നടന്നോളൂ. അപ്പൂ, നമുക്ക് നാളെ ബാങ്ക് വരെ ഒന്ന് പോകണം. എൻ്റെ FDയിലെ ക്യാഷ് നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അല്ല, എല്ലാ സർജറിയും കൂട്ടി ഒരു ഏകദേശ എമൗണ്ടിനെ കുറിച്ച് ഡോക്ടർ വല്ല സൂചനയും തന്നോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല അമ്മേ. പ്ലാസ്റ്റിക് സർജനെയും കൂടി കണ്ടാലേ അതൊക്കെ ഡീറ്റെയിൽ ആയി പറയാൻ പറ്റൂ. അടുത്ത വിസിറ്റിങ്ങിന് സർജനെയും കൂടി കാണാമെന്നാ സ്റ്റെല്ല ഡോക്ടർ പറഞ്ഞത്. ഏതായാലും FD മുഴുവൻ നിന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മാനേജറോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഹലോ, sorry. Now I'm not interested. Okay? ആരാമ്മേ? ഏതോ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏജന്റാ. ഞാൻ കരുതി VP ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് എന്നെ വിളിച്ചതായിരിക്കുന്നു. എന്നാലും ഞാൻ ഇന്നലെ അവിടെ നിന്ന് പോന്നിട്ട് ഇത്ര നേരമായിട്ടും VP എന്നെക്കുറിച്ചൊന്നും അന്വേഷിച്ചു പോലും ഇല്ലല്ലോ. എന്നെ കാണണമെന്ന് പറഞ്ഞ് VP വാശി പിടിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്ന ഭയപ്പെട്ടാ ഞാൻ വന്നത്. അമ്മയുടെ ആ പേടി വെറുതെയാ.
ബി പിക്ക് അമ്മയടുത്ത് വേണമെന്ന് വലിയ നിർബന്ധമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ.